വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ നിർമ്മൽ കൃഷ്ണ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കണക്റ്റഡ് പോയിന്റ് പറയാനാണ്. എൻ്റെ പേര് ഡോക്ടർ ഉഷ ഉമേഷ്. ഞാനൊരു ഗാർമെൻറ്റ് എക്സ്പോർട്ടറാണ്. ഇൻഫ്ര ഇൻ്റർനാഷണൽ അപ്പാരൽ പാർക്കിൽ പൂജ ഗാർമെൻറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥാപനം എൻ്റെതായിരുന്നു. ബൈ സം പ്രോബ്ലംസ് അത് നിർമ്മൽ കൃഷ്ണ അവരുടെ കയ്യിലായി. അത് കുറച്ച് നാളായിട്ടുള്ള കേസും ലീഗൽ ഇഷ്യൂസും ബഡ്സ് അതോറിറ്റിയുടെ ഇന്റർഫിയറൻസും കൊണ്ട് ആ സ്ഥാപനം എനിക്ക് തിരിച്ചു കിട്ടാനായിട്ട് ബഡ്സ് അതോറിറ്റിയുടെ ഫസ്റ്റ് ഓർഡർ എനിക്കായിരുന്നു. അത് എൻ്റെ സ്ഥാപനമാണെന്ന് പറഞ്ഞ് ഐഡൻറ്റിഫൈ ചെയ്ത് തിരിച്ചു തന്നു. പക്ഷേ മൈ പ്രോബ്ലം മീൻസ് എനിക്കിപ്പോൾ അവിടെ എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല. ഈ ബഡ്സിൽ വാറണ്ടായി കിടക്കുന്ന പ്രതികൾ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അവരെന്നെ തടയുകയാണ്. അപ്പം ഞാൻ കളക്ടർ വഴി പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവർ പറഞ്ഞ ഒരു പോയിന്റ് ഞാനത് കോൺക്രീറ്റ് എവിഡൻസ് ആയിട്ട് പറയുന്നത് എന്തുകൊണ്ട് വെച്ചാൽ, ഇത്രയും ഡിക്ലെയർ ചെയ്ത പ്രോപ്പർട്ടി പോലും ഈ അക്യൂസ്ഡ് പേഴ്സൺസ് മറിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു. എല്ലാ ദിവസവും അവിടെ ബയേഴ്സ്, ദാറ്റ് ഈസ് അബൌട്ട് 20 crores വാല്യൂ ഉള്ള പ്രോപ്പർട്ടിയാണ്. 6 crores ബിൽഡിംഗ്, 6 crores ഇമ്പോർട്ടഡ് മെഷീനറി ആൻഡ് 84 cents ഓഫ് ദാറ്റ് ഈസ് ഗവൺമെന്റ് ലാൻഡ് ആണ്. എങ്കിലും ദർ ഇസ് എ പ്രീമിയം വാല്യൂ ഫോർ ദാറ്റ്. അപ്പൊ ഇത് തിരിച്ച് വിൽക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഇത് ഞാൻ മീഡിയയുടെ മുമ്പിൽ അറിയിക്കുന്നത് ഇതൊരു വനിതാ വ്യവസായയുടെ ഒരു പ്രോബ്ലമാണ്. ചിലപ്പോൾ ഞാനൊരു ലേഡി ആയതുകൊണ്ടായിരിക്കാം എനിക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് തടയാൻ പറ്റുന്നില്ല. അപ്പൊ ആ ഒരു ഇഷ്യൂ എനിക്കുണ്ട്. പിന്നെ ഇത് വിൽക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ എല്ലാ നഷ്ടങ്ങളും ഈ ബഡ്സിലെ അതോറിറ്റി പറയുന്നത് ഇതിൻ്റെ നഷ്ടങ്ങളെല്ലാം ഇതിൽ വിറ്റ്നസ് ആയി പോയ കുറേ ആൾക്കാരുണ്ട്, ഈ ഫണ്ട് പോയവര്, പിന്നെ മൈസെൽഫ്. എല്ലാ വർഷവും എനിക്ക് ഈ PCGയിലെല്ലാം ഫൈൻ അടയ്ക്കേണ്ടി വരുന്നു. എൻ്റെ പ്രോപ്പർട്ടി അവരുടെ കയ്യിലാണ്. അപ്പം അത് തിരിച്ചെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ദയവ് ചെയ്ത് മീഡിയ ഇതൊന്ന് റിപ്പോർട്ട് ചെയ്യണം. അതർവൈസ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ മേ ബി ഒരു വനിതാ വ്യവസായിയുടെ സൂയിസൈഡ് ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് മൈ പ്രസന്റ് സിറ്റുവേഷൻ. ഓക്കെ, താങ്ക് യു ആൾ. എനി ക്വസ്റ്റ്യൻസ്? പോലീസ് ദർ ഇസ് എ പ്രോപ്പർ ചാനൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളക്ടർ ആദ്യം ചോദിച്ചു, ഹാവ് യു ഗോട്ട് എനി പ്രോബ്ലംസ് ഫ്രം ദെയർ സൈഡ്. ഞാൻ എൻ്റർ ചെയ്യുമ്പോൾ അവർ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ടോ, ഭീഷണി ഉണ്ടോ എന്ന് ചോദിച്ചു. സച്ച് എനിക്ക് ഭീഷണിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ അവിടെ എൻ്റർ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഫസ്റ്റ് ടൈം അവർ ഗേറ്റ് അകത്തുനിന്ന് ക്ലോസ് ചെയ്തു. അപ്പം ഞാൻ തിരിച്ചു പോന്നു. പിന്നെ ഞാൻ പോയപ്പോൾ അവരെന്നെ അകത്തോട്ട് കയറാൻ പറ്റാതെ, എല്ലാം ജെൻസാണ്, അവർ വന്നിങ്ങനെ തടഞ്ഞു നിന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കിയാൽ അതൊരു ക്രിമിനൽ കേസാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കീപ് സൈലൻറ്റ്. ഞാൻ എന്തായാലും അപ്പം തന്നെ പോലീസ് വന്നു. അപ്പോൾ പോലീസ് പറഞ്ഞു ഓക്കെ, ഞങ്ങളിത് കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. കളക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും 10 ദിവസമായി യാതൊരു റിപ്പോർട്ടും പോവുകയോ എനിക്ക് എൻ്റർ ചെയ്യാനോ പറ്റുന്നില്ല. അപ്പം ഇതാണ് എൻ്റെ ഒരു അവസ്ഥ. എനിക്കറിയില്ല വാട്ട് ഈസ് ദ സിസ്റ്റം വർക്ക്സ് ഹിയർ. എനിക്കത് മനസ്സിലാവുന്നില്ല. ഇത് ഇവിടെ കൈക്കുട്ടം ഇൻഫ്ര അപ്പാരൽ പാർക്കിൽ. ഞാൻ ഒരു പൊളിറ്റിക്കൽ ഇതുമായിട്ടും ആരെയും ഞാൻ കണ്ടിട്ടില്ല, സംസാരിച്ചില്ല. ബിക്കോസ് ഇതൊരു വ്യവസായമാണ്. ഇവിടെ അതിൻ്റെ എല്ലാ പേപ്പേഴ്സും പ്രോപ്പർ ഞാൻ ബഡ്സ് അതോറിറ്റിക്ക് സബ്മിറ്റ് ചെയ്തു. വിശ്വനാഥ് സിൻഹ സാർ ആ പേപ്പേഴ്സ് കണ്ടു, കളക്ടർ കണ്ടു, വില്ലേജ് ഓഫീസർ, തഹസീൽദാർ, കളക്ടർ, ബഡ്സ് അതോറിറ്റി എല്ലാവരും കണ്ടെത്തി ഇത് എൻ്റെ പ്രോപ്പർട്ടി ആണെന്ന് എല്ലാ റെക്കോർഡും തന്നു. ഐ തിങ്ക് ഒരു 3 ദിവസം മുമ്പ് ടൈംസ് ഓഫ് ഇന്ത്യ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ബഡ്സ് അതോറിറ്റിയുമായിട്ട് സംസാരിച്ചിട്ട് ഇത് ഡോക്ടർ ഉഷയുടെ പ്രോപ്പർട്ടി ആണെന്ന് അവർ ഓപ്പൺലി ഡിക്ലെയർ ചെയ്താണ്. പക്ഷെ എനിക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല. പ്ലീസ് സപ്പോർട്ട് മീ. റിപ്പോർട്ട് തരാമെന്ന് പറഞ്ഞൊരു 2 days ചോദിച്ചിട്ടുണ്ട്. ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. എന്താ? ഇല്ല, അവര് റെന്റിന് കൊടുക്കുന്നു. അവര് മന്ത്ലി 10 lakhs-ഓളം റെന്റ് വാങ്ങിക്കുന്നു. ഇപ്പൊ വേറെ ആൾക്കാർക്ക് വിൽക്കാൻ ശ്രമിക്കുന്നു. അയ്യോ, ഇങ്ങനത്തെ കുറെ മാൽ പ്രാക്ടീസസ് ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് സാർ ചോദിച്ച പോലെ ദേ മേ ഹാവ് പൊളിറ്റിക്കൽ സപ്പോർട്ട്, ബട്ട് ഐ ഡോണ്ട് ഹാവ്. എൻ്റെ ഫോൺ 9846104810. ഉഷ ഉമേഷ്, ഡോക്ടർ ഉഷ ഉമേഷ്. ഞാനൊരു ഡോക്ടറേറ്റ് ഓർഡർ ഇൻഡസ്ട്രിയൽ ഇക്കണോമിക്സ് ആണ്. അതുകൊണ്ടാണ് ഒരു വ്യവസായം തുടങ്ങാൻ ശ്രമിച്ചത്. അതെന്നെ സൂയിസൈഡിൽ കൊണ്ട് എത്തിക്കുമെന്ന് എനിക്ക് അറിയില്ല. മൈ സിറ്റുവേഷൻ ഇസ് ലൈക്ക് ദാറ്റ്.
ഞാൻ കയറും, എന്റെ ഗേറ്റിൽ വരെ പേരും എന്റെ ഫാക്ടറിയുടെ ഗേറ്റിൽ ചെല്ലും. അകത്ത് കയറുന്നതിന് എനിക്കൊന്നുമില്ല. ഫാക്ടറിക്ക് അകത്തോട്ട് കയറാൻ അവര് സെക്യൂരിറ്റി ഉണ്ട്, പക്ഷെ ആരും ഒന്നും മിണ്ടുന്നില്ല. മറ്റവരെ വന്ന് തടയാണ്. എന്താന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ കിൻഫ്ര അറിയിച്ചിട്ടുണ്ട്, എന്റെ പ്രോപ്പർട്ടി എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞ് കുറച്ച് പ്രാവശ്യം അറിയിച്ചു. ആദ്യമൊക്കെ അവർ പറഞ്ഞു ആ ലെറ്റർ വരട്ടെ, ഇത് വരട്ടെ എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ എല്ലാ ലെറ്റേഴ്സും കൊണ്ട് കൊടുത്തു. അപ്പൊ പറഞ്ഞു ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് വിൽ ടേക്ക് എ ലീഗൽ ഒപ്പീനിയൻ ആൻഡ് വിൽ ഇൻഫോം യു. പക്ഷെ എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് EPCG കസ്റ്റംസ് ഇമ്പോർട്ട് ചെയ്താണ്. ഇത് അധിക സമയം ഇങ്ങനെ നമ്മൾക്ക് കസ്റ്റംസിൽ ലെറ്റർ കൊടുത്ത് വെക്കാൻ പറ്റത്തില്ല. ഐ എം ദ ഓണർ. അവരുടെ ഇതിലും എല്ലാ സെൻട്രൽ ഗവൺമെന്റിലും എക്സ്പോർട്ട് ആയതുകൊണ്ട് എല്ലാം ഞാനൊരു 30-35 crores എക്സ്പോർട്ട് ചെയ്ത് ഫോറിൻ എക്സ്ചേഞ്ച് കേരളത്തിൽ കൊണ്ടുവന്ന ആളാണ്. എനിക്കൊരു 48 കോടിയുടെ ഓർഡർ നേരത്തെ വാൾമാർട്ടിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. നല്ല രീതിയിൽ നടന്നുകൊണ്ട് പോയ ഇൻഡസ്ട്രിയാണ്. നിർമ്മലൻ ഒരു പാർട്ട്ണറായിട്ട് വന്നത് ബൈ ചീറ്റിംഗ്. അത് എനിക്ക് ഇപ്പം ഞാൻ ഓപ്പണായിട്ട് പറയാം. പക്ഷെ അയാളൊരു മർഡർ അറ്റംപ്റ്റ് പോലെ നടത്തി. എനിക്കൊരു സീരിയസ് ആക്സിഡന്റ് ഉണ്ടാക്കി. അങ്ങനെ ഞാൻ ബേസ്ഡ് ഇൻ എറണാകുളം. അപ്പം ഞാൻ അങ്ങനെ പേടിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങ് പെട്ടെന്ന് ഇട്ടിട്ട് പോയതാണ്. അതുവരെ എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ കാല് ഡാമേജ് ആണ്. ആക്സിഡന്റിൽ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട് ഞാൻ. ഇത് എവറിബഡി നോസ്. കിൻഫ്ര ഓൾസോ നോസ് ദിസ് പ്രോബ്ലം. ഗവൺമെന്റ് ആണല്ലോ ഇവരെ അവിടെ ഞാൻ ഈ നിർമ്മലൻ ഇതായി അക്യൂസ്ഡായി ഇത്രയും വലിയ തട്ടിപ്പ് നടത്തി ഇത്രയും പ്രോബ്ലം ആയിട്ട് ഗവൺമെന്റിനെ അറിയിച്ചിട്ട് ഗവൺമെന്റ് ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഐ എം നോട്ട് അഗെയിൻസ്റ്റ് ഗവൺമെന്റ് ഓർ എനിത്തിങ്. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നതാണ്. പിന്നെ കോർട്ടും പറഞ്ഞിട്ടുണ്ട് ഇത് എൻ്റെതാണെന്ന്. കോർട്ട് ഓർഡറും വന്നിട്ടുണ്ട്, ദിസ് പ്രോപ്പർട്ടി ബിലോങ്സ് ടു മീ. അത് അതിന് എഗെയിൻസ്റ്റ് ആരും പോയിട്ടുമില്ല. പക്ഷെ ദിസ് ഈസ് ദ പ്രോബ്ലം. എന്തായാലും ഐ വിൽ ട്രൈ. ഞാൻ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ട്രൈ ചെയ്യും. അവിടെ എൻ്റർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി കമ്മിറ്റ് സൂയിസൈഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി മൈ എസ്റ്റാബ്ലിഷ്മെന്റ്. ഞാൻ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് ഡിക്ലെയർ ചെയ്യണം. എനിക്കൊരു മകളാണുള്ളത്, അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ദിവസം പിടിച്ചു നിന്നത്. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.